തീരദേശ വോട്ടുകൾ നഷ്ടപ്പെടുമെന്ന ഭീതിയിൽ പ്രിയങ്ക വാദ്രയെ കളത്തിലിറക്കി ശശി തരൂർ. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും മുതിർന്ന നേതാവ് AK ആന്റണിയെയും മുന്നിൽ നിർത്തി തീരദേശ വോട്ട് നേടുക എന്നതായിരുന്നു മുൻകാലങ്ങളിലെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന്റെ തന്ത്രം. രാജീവ് ചന്ദ്രശേഖറിന് തീരദേശ മേഖലയിൽ ലഭിച്ച ജനസ്വീകാര്യത കാരണമാണ് ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൾ എന്ന മുദ്രാവാക്യത്തോടെ പ്രിയങ്കയെ ശശി തരൂർ കളത്തിലിറക്കിയിരിക്കുന്നത്. തിരുവനന്തപുരത്തെ തീരദേശ മേഖലയിൽ കോൺഗ്രസിന് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ തന്നെ. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മുതിർന്ന നേതാവ് AK ആന്റണി തുടങ്ങിയ നേതാക്കളാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തീരദേശ മേഖലയിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുൻകാലങ്ങളിൽ വോട്ടഭ്യർത്ഥിക്കാനായി എത്തിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ അഭാവവും AK ആന്റണിയുടെ ആരോഗ്യ പ്രശ്നങ്ങളും ഈ തെരഞ്ഞെടുപ്പിലെ തീരദേശ മേഖലയിലെ പര്യടനത്തിന് വലിയ രീതിയിലുള്ള വിടവായി മാറി. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് തീരദേശ മേഖലയിൽ ലഭിക്കുന്ന സ്വീകാര്യത തരൂരിനെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം. ഇതിനായിട്ടാണ് 1 മണിക്കൂർ നേരത്തേക്ക് വലിയതുറ മുതൽ പൂന്തുറ വരെ പ്രിയങ്ക വാദ്രയുടെ റോഡ് ഷോ കഴിഞ്ഞ ദിവസം നടത്തിയത്. വികസന പ്രവർത്തനങ്ങളോ രാഷ്ട്രീയമോ പ്രസംഗത്തിൽ ഉൾപ്പെടുത്താൻ കോൺഗ്രസിനോ പ്രിയങ്കയ്ക്കോ കഴിഞ്ഞില്ല. ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകളെന്നും രാജീവ് ഗാന്ധിയുടെ മകളെന്നുമുള്ള പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയുള്ള വീരവാദങ്ങൾ മാത്രം. തിരുവനന്തപുരം മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാപ്പരാത്തം തുടരെയുള്ള പ്രചാരണ പരിപാടികളിലെല്ലാം തന്നെ മുഴച്ചു നിൽക്കുന്നുണ്ട്. കൂടാതെ വടക്കൻ കേരളത്തിൽ മടക്കി വെച്ച ലീഗിന്റെ പച്ചക്കൊടി തെക്കൻ കേരളത്തിലെ പ്രിയങ്കയുടെ റോഡ് ഷോയിൽ നന്നായി പാറിക്കളിച്ചു. ജനം, തിരുവനന്തപുരം.